വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി ജീപ്പ് യാത്ര നടത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട് കല്ലാച്ചി ഈയംകോട് റോഡിലൂടെയാണ് ജീപ്പിൽ നിറയെ വിദ്യാർത്ഥികളുമായി ഇടുങ്ങിയ റോഡിലൂടെ ഡ്രൈവർ യാത്ര ചെയ്തത്. ജീപ്പ് പകുതി ഊങ്ങിട്ടാണല്ലേ. ജീപ്പ് പകുതി ഊങ്ങിട്ടാണല്ലേ. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, നല്ല വെള്ളമുണ്ടായിരുന്നു, വെള്ളക്കെട്ടുണ്ടായിരുന്നു, അതിനിടയിൽ കൂടിയാണ് ജീപ്പ് ഓടിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ പേടിയൊക്കെ തോന്നും. എന്താണ് അവിടെ ഉണ്ടായത്? ഇങ്ങനെ വെള്ളക്കെട്ടാണെന്നൊന്നും ആ ഡ്രൈവർ അറിഞ്ഞില്ലേ? പൂജ, ഈ നാദാപുരം ഭാഗത്ത് വളരെ ശക്തമായ മഴ ഇന്നു മുതൽ രാവിലെ മുതൽ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ ഈയങ്കോട് റോഡിൽ അവിടെ വലിയ തോതിൽ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ആ റോഡിലൂടെ ഈ ജീപ്പ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ വിദ്യാർത്ഥികളുമായി കയറ്റിയ ജീപ്പ് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന സംഭവം ഉണ്ടായത്. നാദാപുരം CC സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ജീപ്പിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്കൂളിന് വേണ്ടി ട്രിപ്പ് അടിക്കുന്ന ഒരു ജീപ്പാണ് ഇത്തരത്തിൽ യാത്ര ചെയ്ത്. സ്വാഭാവികമായും നാട്ടിലുള്ള റോഡിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ അറിയേണ്ടതാണ് സാധാരണ ജീപ്പ് ഡ്രൈവർമാരായാലും സ്കൂൾ അധികൃതരായാലും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും പരിശോധിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ നാദാപുരം പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വെള്ളക്കെട്ട് വഴിയുള്ള യാത്രയും ഇത്തരം ഇടപഴകുന്നത് നമുക്ക് ഒഴിവാക്കണമെന്ന് വലിയ മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടവും ദുരിത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് താരതമ്യേന ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അതിലൂടെയാണ് ജീപ്പ് ഡ്രൈവർ കുട്ടികളുമായി ഈ രീതിയിൽ യാത്ര ചെയ്തിരിക്കുന്നത്.